ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഓർഗനൈസേഷൻ്റെയും റിവാർഡായിട്ടുള്ള റെൻറ്റും വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അതാണ് തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനകത്ത് വരിക. റെൻറ്റ് തിയറി, പ്രോഫിറ്റ് തിയറി, ഇൻട്രസ്റ്റ് തിയറി, വേജ് തിയറി ഒക്കെയാണ്. അപ്പോൾ വേജിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും അതിൽ റെൻറ്റും പ്രോഫിറ്റുമാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഓൾറെഡി വേജ് തിയറിയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് തിയറീസും എടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് തിയറീസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ആർക്ക് കിട്ടുന്നതാണ്? ഓൺട്രപ്രണേഴ്സിന് അവരുടെ ഓൺട്രപ്രണറിയൽ സ്കില്ലിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന റിവാർഡാണ്. അവർ എടുക്കുന്ന റിസ്കിനും അൺസർട്ടനിറ്റിക്കും ഒക്കെ കിട്ടുന്ന റിവാർഡിനെയാണ് പൊതുവേ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൻ്റെ അകത്തുനിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ എന്താണോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അതാണ് പൊതുവേ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് പറയാം. ആകെയുള്ള വരുമാനത്തിൽ നിന്ന് ആകെയുള്ള ചെലവ് കുറക്കുമ്പോൾ എന്താണോ നമ്മളെ കയ്യിൽ ബാക്കി നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് സാധാരണ ലാഭം എന്ന് പറയാറ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഗെയിൻ എസ്പെഷ്യലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ എമൗണ്ട് ഏൺഡ് ആൻഡ് ദി എമൗണ്ട് സ്പെൻഡ് ഇൻ ബൈയിങ്, ഓപ്പറേറ്റിംഗ് ഓർ പ്രൊഡ്യൂസിങ് സംതിങ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ആകെയുള്ള വരുമാനത്തിൽ നിന്ന് ആകെയുള്ള ചെലവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് തിയറീസ് ആണ്. മെയിൻ ആയിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റിസ്ക് ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ്, ദെൻ അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ്, ദെൻ റെൻറ്റ് തിയറി ഓഫ് പ്രോഫിറ്റ്, ഇന്നൊവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ്, ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ്, വേജ് തിയറി ഓഫ് പ്രോഫിറ്റ്. എല്ലാത്തിൻ്റെയും ഹെഡിങ് തന്നെയാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലാഭം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബിസിനസ് ആണെങ്കിലും ഓൺട്രപ്രണർഷിപ്പ് ആണെങ്കിലും റിസ്ക് ഉണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്, അതുപോലെ ഇന്നവേഷൻ കൊണ്ടുവരിക, ഡൈനാമിക് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, പിന്നെ അതിൻ്റെ അകത്ത് റെൻറ്റ് തിയറിയും വേജ് തിയറിയും. ഇങ്ങനെ പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ട അത്യാവശ്യമുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് വൺ റിസ്ക് ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ്. അതിൽ ഹൗലെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹൗലേസ് റിസ്ക് ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പം ദ മെയിൻ പ്രൊപ്പണന്റ് ഓഫ് ദിസ് തിയറി ഈസ് പ്രൊഫസർ ഹൗലെ. According to Howley, entrepreneur is to bear risk that is associated first with the setting up of business and then with the management of the business. The types of risk in a business are of two types. Risk involved in the selection of the field of business, risk associated with the management of the business. അപ്പോൾ ആരാണോ ഓൺട്രപ്രണർഷിപ്പിൻ്റെ കേസിൽ അല്ലെ ബിസിനസ്സിൻ്റെ ഒക്കെ കേസിൽ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളത് അവർക്ക് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നുള്ളതാണ് റിസ്ക് ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവരുടെ ആ ഒരു ഫീൽഡിൽ റിസ്ക് എന്ന് പറയുന്ന ഇലമെന്റ് ഉണ്ട്. ഹൈലി റിസ്ക് ഉള്ള ഒരു ഫീൽഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. ലോസ് ഉണ്ടാവാം, ഗെയിൻ ഉണ്ടാവാം. അപ്പം അതിൽ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് മേഖലയിൽ നമ്മൾ ബിസിനസ് ചെയ്യണം, എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം, എത്ര എമൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെ കസ്റ്റമേഴ്സ് ആരാണ്, ഏതാണ് പ്രൊഡക്റ്റ്, എത്ര എമൗണ്ട് വേണം, ആർക്ക് വേണ്ടിയിട്ടാണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇതുപോലത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന തീരുമാനങ്ങളുടെ ഒക്കെ ബേസിലായിരിക്കും നമ്മളുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് സെറ്റ് ചെയ്താൽ മാത്രം നമ്മളുടെ റിസ്ക് തീരില്ല, അതിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റും ഒക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ടേക്ക് ചെയ്യുന്ന റിസ്കിന് നമുക്ക് കിട്ടുന്ന റിവാർഡാണ്
പ്രോഫിറ്റ് എന്നുള്ളതാണ് റിസ്ക് ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് ഹൗലെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഹിം പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് റിസ്ക് ടേക്കിംഗ് ഇൻ എ ബിസിനസ് ഡ്യൂറിംഗ് ദി കണ്ടക്ട് ഓഫ് എനി ബിസിനസ് ആക്ടിവിറ്റി. ഓൾ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, have their guaranteed income from the entrepreneur. They are least concerned whether the entrepreneur make profit or undergoes losses. ഇപ്പോൾ ഇവിടെ റിസ്ക് ടേക്ക് ചെയ്യുന്നതിന് ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന എന്താണ് എല്ലാ തരത്തിലുള്ള റിസ്കിനെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നാണ് ഹൗലെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആ ഹെഡിങ്ങിൽ തന്നെയുണ്ട് അൺസർട്ടനിറ്റീസ്. നമ്മളെ ലൈഫിൽ പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസും ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിജൻസീസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും. ഇപ്പോൾ COVID-19 വന്നപ്പോൾ ഓൺട്രപ്രണേഴ്സിനെയും ബിസിനസ് പേഴ്സൺസിനെയും ഒക്കെ അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഫേസ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് ഓവർകം ചെയ്തു പോകുന്ന ബിസിനസ് പേഴ്സൺസിന് കിട്ടുന്ന റിവാർഡാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രൊഫസർ നൈറ്റ് ആണ്, FH നൈറ്റ് ആണ് അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറിയുടെ പേഴ്സൺ എന്ന് പറയുന്നത്. നൈറ്റ്സ് അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. Professor FH Knight has developed the uncertainty bearing theory of profit. He says that we may distinguish between insurable risk and non-insurable risk. അതായത് ഇപ്പം നമ്മളെ ലൈഫിൽ പ്രത്യേകിച്ചിട്ട് ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിർബന്ധമായിട്ടും അവരുടെ മുന്നിൽ പലതരത്തിലുള്ള റിസ്കുകളും അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞതുപോലെ റിസ്ക് എടുക്കുന്നതിന് നമുക്ക് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ റിസ്കിൽ തന്നെ ചിലത് നമുക്ക് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും, ചിലത് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻഷുറബിൾ റിസ്ക്കും ഉണ്ട്, നോൺ ഇൻഷുറബിൾ റിസ്ക്കും ഉണ്ട്. അതായത് ഇപ്പം ഇൻഷുറബിൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഓഫ് ഫയർ, തെഫ്റ്റ്, ഫ്ലഡ് ആൻഡ് ഡെത്ത് ബൈ ആക്സിഡന്റ്. അപ്പം നമ്മളിപ്പോൾ എന്താണ് ഇൻഷുറൻസ് കവറേജ് ഒക്കെ എടുക്കാറുണ്ട്. തീപിടുത്തം ഉണ്ടാകുന്നതിനെതിരായിട്ട് അല്ലെ പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെതിരായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, പിന്നെ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അഗ്രികൾച്ചറിന്റെ കേസിലാണെങ്കിൽ ക്രോപ്പ് ഇൻഷുറൻസ്. അപ്പൊ ഇതേപോലെയുള്ള ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന, റിസ്ക് കുറക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ ഇൻഷുറബിൾ റിസ്ക് എന്നാണ് പറയാ. ഇൻഷുറബിൾ റിസ്ക് എന്ന് പറയുമ്പം തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കളവ് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട്, വെള്ളപ്പൊക്കം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മരണമായിട്ട് ബന്ധപ്പെട്ടത്, ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ റിസ്കിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എന്നാൽ ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഉണ്ട്. നോൺ ഇൻഷുറബിൾ റിസ്ക് എന്നാണ് അതിന് നമ്മൾ പറയാ. അപ്പൊ ഇങ്ങനെയുള്ള നോൺ ഇൻഷുറബിൾ റിസ്ക് ഏറ്റെടുക്കുന്ന അൺസർട്ടനിറ്റീസിനെ ഒക്കെ ഓവർകം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നാണ് അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റിന്റെ അകത്ത് പറയുന്നത്. നോൺ ഇൻഷുറബിൾ റിസ്ക് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് റിസ്ക് ആവാം, ടെക്നിക്കൽ റിസ്ക് ആവാം, റിസ്ക് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവാം, സൈക്ലിക്കൽ റിസ്ക് ആവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷനാണ് ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഡക്റ്റിന് പകരം നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ആ കോമ്പറ്റീഷനെ ഓവർകം ചെയ്യും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ മത്സരാർത്ഥികളെല്ലാം നമ്മളെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് എങ്ങനെ പോകും. ടെക്നിക്കൽ റിസ്ക്,
ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസികൾ നമ്മളെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ടേസ്റ്റില്, പ്രിഫറൻസില്, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്, എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് റിസ്ക്, ടെക്നിക്കൽ റിസ്ക്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, സൈക്ലിക്കൽ റിസ്ക്, ഇതുപോലെയുള്ള നോൺ ഇൻഷുറബിൾ റിസ്കിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഓൺട്രപ്രണേഴ്സിന് അല്ലെ ബിസിനസ് പേഴ്സൺസിനൊക്കെ കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നുള്ളതാണ് അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റിന്റെ അകത്ത് പറയുന്നത്. According to Professor Knight, profit is the reward for uncertainty bearing and not of risk taking in a business. അപ്പൊ ഹൗലെ പറഞ്ഞതുപോലെ റിസ്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഇൻഷുറബിൾ റിസ്ക് എടുക്കുന്നവർക്ക് കിട്ടുന്ന റിവാർഡ് മാത്രമല്ല, ഇവിടെ പറയുന്നത് നോൺ ഇൻഷുറബിൾ റിസ്ക് അല്ലെ അൺസർട്ടനിറ്റി ഓവർകം ചെയ്യുന്നതിന് ബിസിനസ് പേഴ്സൺസിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഹിം there are two kinds of risk which entrepreneur has to bear. Some risk are of such a nature that they can be anticipated to a fair degree of accuracy. Example, risk of death, accident, etc. and so can be insured in return for premium. ചില റിസ്കുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ആണ്. മറ്റത് നോൺ ഇൻഷുർഡ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ടെക്നിക്കൽ ചേഞ്ചസും കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ചേഞ്ചസും ഒക്കെയാണ് വരിക, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് റെന്റ് തിയറി ആണ്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. തിയറീസ് ഓഫ് റെന്റ് അല്ല നമ്മൾ പറയുന്നത്, തിയറീസ് ഓഫ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. തിയറീസ് ഓഫ് പ്രോഫിറ്റിന്റെ അകത്ത് റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് റെന്റ് തിയറിന്റെ അകത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ്ങിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദിസ് തിയറി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് വോക്കർ. റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വോക്കർ ആണ്. വോക്കർ സേസ് ദാറ്റ് പ്രോഫിറ്റ് ആർ ഓഫ് ദ സെയിം ജീനസ് ആസ് റെന്റ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ പിന്നെ ലാൻഡിന് അതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള റെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് എന്നാണ് ഈ ഒരു തിയറിൻ്റെ അകത്ത് പറയുന്നത്. ഹിസ് തിയറി ഓഫ് പ്രോഫിറ്റ് സ്റ്റേറ്റ് ദാറ്റ് പ്രോഫിറ്റ് ഈസ് ദ റെന്റ് ഓഫ് സുപ്പീരിയർ ഓൺട്രപ്രണർ ഓവർ മാർജിനൽ ഓഫ് ലെസ് എഫിഷ്യൻറ്റ് ഓൺട്രപ്രണർ. നമ്മൾ റെന്റ് തിയറി പഠിക്കാത്തത് കൊണ്ടാണ് നെക്സ്റ്റ് എടുക്കുന്നത് റെന്റ് തിയറിയാണ്. അതായത് ഇപ്പൊ റെന്റ് തിയറിൻ്റെ അകത്ത് നമ്മൾ പറയാം ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സുപ്പീരിയർ ലാൻഡിന് അല്ലെ അതിന്റെ ഫെർട്ടിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്ന റെന്റും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൺട്രപ്രണർ എടുക്കുന്ന എഫേർട്ടിന് അവർക്ക് കിട്ടുന്ന റിവാർഡാണ്. അപ്പോൾ ഓൺട്രപ്രണറിന്റെ സ്കില്ലിനനുസരിച്ചിട്ട്, എഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ട്, ടാലന്റിന് അനുസരിച്ചിട്ട് എന്തും മാറ്റം വരും, അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആയിട്ടുള്ള പ്രോഫിറ്റിലും മാറ്റം വരും. അപ്പോൾ ഇവിടെ ലാൻഡിന് എങ്ങനെയാണോ റെന്റ് കൊടുക്കുന്നത് അതുപോലെ ആണ് ഓൺട്രപ്രണേഴ്സിന് അവരുടെ പ്രോഫിറ്റ് കിട്ടുന്നതെന്നുള്ളതാണ് റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റിന്റെ അകത്ത് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രണറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട്, ഗ്രേഡിനനുസരിച്ചിട്ട്, എഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ട് അവരുടെ പ്രോഫിറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. According to the economist, there was a good deal of similarity between rent and profit. Rent was the reward for the use of land. Profit was the reward of the ability of the entrepreneur. അപ്പോൾ അതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റിനെയും റെന്റിനെയും താരതമ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ റെന്റുമായിട്ട് പ്രോഫിറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്. റെന്റ് ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ്, അതേപോലെ തന്നെ ഓൺട്രപ്രണറിന് അവരുടെ എബിലിറ്റിക്ക് കിട്ടുന്ന അല്ലെ അവരുടെ എബിലിറ്റി അനുസരിച്ചിട്ട് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നാണ് റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റിന്റെ അകത്ത് പറയുന്നത്.
പ്രോഫിറ്റ് തിയറീൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് ഇന്നൊവേഷൻ തിയറി എന്ന് പറയുന്നത്. ഇന്നൊവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് ഷുംപീറ്ററിൻ്റെ തിയറിയാണ്. ഷുംപീറ്ററിൻ്റെ ഇന്നൊവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ്. അപ്പൊ ഇത് ഹെഡിങ്ങിൽ പറയുന്നത് പോലെ തന്നെ ആരാണോ മാർക്കറ്റിൽ ഇന്നൊവേഷൻ കൊണ്ടുവരുന്നത് ആ ഓൺട്രപ്രണറിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയൊരു മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്നതാവാം, ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം. ഇതൊക്കെ ചേർന്നതാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ ന്യൂ തിങ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അത് ന്യൂ പ്രൊഡക്റ്റ് ആവാം, ന്യൂ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ആവാം, ന്യൂ മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാവാം, ഇതൊക്കെ ഇന്നൊവേഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ ഉള്ളിൽ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓൺട്രപ്രണറിന് അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നാണ് ഇന്നൊവേഷൻ തിയറിൻ്റെ അകത്ത് പറയുന്നത്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഷുംപീറ്റർ. അക്കോർഡിംഗ് ടു ദിസ് തിയറി, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ഇന്നൊവേഷൻ. Innovation refers to all those changes in the production process of reducing the cost of commodity so as to create gap between existing price of the commodity and its new cost. അതായത് ഈ പറയുന്ന ഇന്നൊവേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസിന് ഉണ്ടാവുന്ന ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നൊവേഷൻ നമ്മൾ കൊണ്ടുവരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഉൽപാദന ചെലവ് കുറച്ചു കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ടാമത് നമ്മുടെ ഡിമാൻഡ്, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഷുംപീറ്റർ എംഫസൈസ്ഡ് ഓൺ ഇന്നൊവേഷൻ. The real function of the entrepreneur is to introduce innovation in business. It is innovation which yield him profit. അപ്പോൾ ഏത് ഓൺട്രപ്രണർ ആണോ അല്ലെങ്കിൽ ഏത് ബിസിനസ് പേഴ്സൺ ആണോ മാർക്കറ്റിൽ ഇന്നൊവേഷൻ കൊണ്ടുവരുന്നത് അവർക്ക് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രണറിന്റെ ഒരു ഓൺട്രപ്രണറിയൽ ഫങ്ഷൻ ആണ് ഇന്നൊവേഷൻ എന്നുള്ളതാണ് ഈ ഒരു തിയറിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പൊ നമ്മൾ മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും ചേഞ്ചസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഫോൺ ആണെങ്കിൽ പോലും പണ്ട് ഉണ്ടായിരുന്ന ഫോണും ഇപ്പോഴ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ പ്രത്യേകതയുള്ള ഫോണുകളൊക്കെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വന്ന സമയത്ത് ആ ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അല്ലെ ആ ആദ്യമായിട്ട് ഇറക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവർ മാത്രമേ ആ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഇന്നൊവേഷൻ്റെ അകത്തുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ലോങ് ടേം വരെ നിലനിൽക്കണമെന്നില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് അതിൻ്റെ ആ ഒരു ലാഭം ഒരു ഷോർട്ട് പീരീഡിൽ കിട്ടുന്നു. അത് മറ്റ് ബിസിനസ് പേഴ്സൺസ് കാണുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് പകരം വരുന്ന അതിൻ്റെ സിമിലാരിറ്റി ഉള്ള അതിനേക്കാളും യുണീക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള ന്യൂ പ്രൊഡക്റ്റുകൾ അവർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നു. ഓട്ടോമാറ്റിക്കായിട്ടും ആദ്യം ഉണ്ടാകുന്ന ബിസിനസ് പേഴ്സൺസിൻ്റെ പ്രോഫിറ്റ് കുറയുന്നു. ഇങ്ങനെയൊരു സൈക്ലിക്കൽ പ്രോസസ്സ് ഈ ഒരു തിയറീൻ്റെ അകത്ത് ഉണ്ട്. ശരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട കുറേ ടേംസും കാര്യങ്ങളൊക്കെ വരുന്നൊരു തിയറി തന്നെയാണ്. പക്ഷെ എത്രത്തോളം വേണം എന്നുള്ളത് അറിയില്ല. പിന്നെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, സ്വാം ലൈക്ക് ക്ലസ്റ്റർ എന്നൊക്കെ പറയുന്ന ടേമുകൾ ഈ ഒരു തിയറീൻ്റെ അകത്ത് വരുന്നുണ്ട്. സൈക്ലിക്കൽ പ്രോസസ്സിനെ കുറിച്ചിട്ടും ബാങ്ക് ക്രെഡിറ്റിന്റെ റോളും ഒക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ബാങ്ക് ക്രെഡിറ്റിന്റെ റോള് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഇന്നൊവേഷൻ കൊണ്ടുവരണ്ടെങ്കിൽ ധാരാളം ചെലവുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് പേഴ്സൺസിന്റെ കയ്യിൽ ഫണ്ടില്ല എങ്കിൽ അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക ബാങ്ക്സിനെയാണ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു സർക്കുലർ ഫ്ലോ ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യുന്നു, ക്രൈസിസിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
അപ്പോൾ ഇന്നവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് ഷുംപീറ്റർ ആണ്. ഇന്നവേഷൻ എന്ന് പറയുന്നത് ന്യൂ മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാവാം, ന്യൂ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം, ന്യൂ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ കണ്ടെത്തുന്നതാവാം. ഇതൊക്കെയാണ് മെയിനായിട്ടും ഇന്നവേഷൻ്റെ അകത്ത് വരിക. ഇനി ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് തിയറീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് വരുമ്പം. അതിൽ ക്ലാർക്കിൻ്റെ ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. ക്ലാർക്സ് ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലാർക്ക് ഡെവലപ്ഡ് ദി ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ് ഇൻ ഇയർ 1900. To him, profit is the difference between the price and the cost of the production of the commodity. According to the Clark, the whole society is divided into organized and unorganized society. The organized society is further divided into static and dynamic state. Profit is the result of progressive change in an organized സൊസൈറ്റി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡിങ്ങിൽ പറയുന്നത് പോലെ ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ് ബൈ ക്ലാർക്ക് ആണ്. ഇക്കോണമിയിൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരിക്കലും അതെന്തല്ല, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കാര്യമല്ല. അപ്പം അതിൽ എപ്പോഴും ഒരുപോലെ ഒരു മെത്തേഡ് തന്നെ, ഒരു പ്രൊഡക്റ്റ് തന്നെ, അല്ലെങ്കിൽ ആദ്യമുള്ളതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഫീൽഡിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട്, ഇക്കണോമിക് ആക്ടിവിറ്റീസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിന് അവരുടെ ആ ഒരു സ്റ്റാറ്റിക് അല്ലാത്ത നേച്ചറിന് കിട്ടുന്ന റിവാർഡാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രസീവ് ചേഞ്ചസ് ബിസിനസ്സിൽ കൊണ്ടുവരുന്ന, നമുക്ക് ചുറ്റുമുള്ള മാറ്റത്തിനനുസരിച്ചിട്ട് ബിസിനസ്സിൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുവരുന്ന ആളുകൾക്ക്, ഓൺട്രപ്രണേഴ്സിനാണ് എന്ത് കിട്ടുക, പ്രോഫിറ്റ് കിട്ടുക. ഡൈനാമിക് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഓൺട്രപ്രണറിന് കിട്ടുന്ന റിവാർഡാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വേജ് തിയറി ആണ്. നേരത്തെ നമ്മൾ റെന്റിൻ്റെത് പറഞ്ഞതുപോലെ മാറിപ്പോവാൻ പാടില്ല. ഇവിടെ പറയുന്നത് വേജ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. തിയറീസ് ഓഫ് വേജിൽ വരുന്നതല്ല, വേജ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. This theory was developed by Towsing, the American economist. According to this theory, profit is also a type of wage which is given to the entrepreneur for the services rendered by him. In the words of Towsing, profit is the wage of the entrepreneur which accrues to him on the account of his ability. അപ്പോൾ നമുക്കറിയാം ഹെഡിങ്ങിൽ പറയുന്നത് പോലെ തന്നെ വേജ് തിയറിയാണ്, വേജ് തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഓൺട്രപ്രണർ ആണ്, സംരംഭകരാണ്, അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്ന സർവീസസിന്, അവർ ചെയ്യുന്ന എഫേർട്ടിന്, അവരുടെ ആ ഒരു ലേബർ പ്രൊഡക്ടിവിറ്റിക്ക് അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ് എന്തെന്ന് നമുക്ക് പറയാം, അവർക്ക് കൊടുക്കുന്ന വേജാണ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ സാധാരണ നമ്മൾ തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന തൊഴിലിന്, അല്ലെ അവരുടെ ആ ഒരു എഫേർട്ടിന് സാലറിയും വേജും കൊടുക്കുന്നത് പോലെ ഓൺട്രപ്രണർ അവരുടെ സ്കില്ലും ടാലൻറ്റും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിന്, അത് യൂസ് ചെയ്യുന്നതിന്, അവരുടെ ആ ഒരു സർവീസിന് കൊടുക്കുന്ന വേജാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലേബറിന് കൊടുക്കുന്ന വേജിനെ പ്രോഫിറ്റുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേജ് തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. Just as the labor receives wage for his services, the entrepreneur works hard, gets profit for the part played by him in the production. ഇപ്പോൾ ഓൺട്രപ്രണർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അവരുടെ എഫേർട്ടിന്, അവർ ചെയ്യുന്ന സർവീസസിന്, അവരുടെ വർക്ക്സിന് അവർക്ക് കൊടുക്കുന്ന വേജാണ്, സാലറിയാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നാണ് വേജ് തിയറി ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് പറയുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നത് മൊണോപ്പൊളി തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. മൊണോപ്പൊളി തിയറി ഓഫ് പ്രോഫിറ്റ്. നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് മൊണോപ്പൊളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ കുത്തക, അല്ലെങ്കിൽ മാർക്കറ്റിൽ സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇറ്റ് ഈസ് എ മാർക്കറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ സിംഗിൾ സെല്ലർ പ്രൊഡ്യൂസിങ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ മാത്രമേ വിൽക്കുന്നുള്ളൂ, വേറെ ആരും ഇല്ല എങ്കിൽ, അങ്ങനെയുള്ള മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നത് മൊണോപ്പൊളി തിയറി ഓഫ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. There is no doubt that profit arise from dynamic changes, innovations, and from making a correct estimate of future economic conditions. Kalecki's theory of monopoly profit. Another viewpoint of profit is that monopolistic and monopolistic competition in the market also give rise to profits. The firms under monopoly or monopolistic competition have greater control over the price of the product. They are the price maker rather than price takers. As such, they rise prices by restricting the level of output and thus keep profit at a higher level. Monopoly power thus in the basic source of business പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് മൊണോപ്പൊളി മാർക്കറ്റിൽ അല്ലെങ്കിൽ മൊണോപ്പൊളി ഉള്ള ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് മേക്കർ ഫേംസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ വില നമുക്ക് തന്നെ നിശ്ചയിക്കാം, വേറെ ആർക്കും നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമിനേഷനിൽ റോള് വരുന്നില്ല. പ്രൈസ് മേക്കർ ഫേംസ് ആണ്. അപ്പോൾ വില നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പ്രൈസ് കൺട്രോള് നമ്മളെ കയ്യിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പവറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കാനും സാധിക്കും ഇങ്ങനെയുള്ള മൊണോപ്പൊളി ഫേംസിന്. അപ്പോൾ മൊണോപ്പൊളി ഫേംസിന് ഈ പറയുന്ന പ്രൈസ് മൊണോപ്പൊളിയിലൂടെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാറ്റം വരുത്തുന്നത് വഴി ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പറയുന്ന തിയറിയാണ് മൊണോപ്പൊളി തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന മൊണോപ്പൊളി പവറിലൂടെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയാ. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ മൊണോപ്പൊളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാറ് ഇന്ത്യൻ റെയിൽവേയുടെ എക്സാമ്പിൾ ഒക്കെയാണ്. ഇപ്പം ചേഞ്ചസ് പാർട്ട്ണർഷിപ്പും ഒക്കെ വരുന്നത് കൊണ്ട് എന്താണ് അങ്ങനെയുള്ള പ്യുവർ മൊണോപ്പൊളി ഒന്നും നമുക്ക് അധികം കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ മൊണോപ്പൊളി പവറിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മൊണോപ്പൊളി തിയറി ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് പറയുന്നത്. കലേക്കി എന്ന് പറയുന്ന പേഴ്സൺ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഇത്രയുമാണ് തിയറീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് റിസ്ക് ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് ഹൗലേൻ്റെ ആണ്. പിന്നെ അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി ഓഫ് പ്രോഫിറ്റ് നൈറ്റ്. ആൾക്കാരുടെ പേര് ഓർമ്മിക്കാൻ ഇപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നത് കാവ്യ മിസ്സായിരുന്നു തോന്നുന്നു, മുന്നേ ഏതൊരു ക്ലാസ്സിൻ്റെ അകത്ത് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നൈറ്റ്. അപ്പം നമുക്ക് നൈറ്റ് എന്ന് പറയുന്നത് രാത്രിയാണ്, അൺസർട്ടനിറ്റി ഉള്ളതാണ്. ഇപ്പോൾ കറണ്ടെല്ലാം പോയി അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ നമുക്ക് തപ്പിത്തടയുന്ന ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സാധനം ഓർമ്മിക്കുക. അപ്പോൾ എന്താണ് അൺസർട്ടനിറ്റി നൈറ്റിൻ്റെ അൺസർട്ടനിറ്റി ബിയറിംഗ് തിയറി. അതുപോലെ തന്നെ റെന്റ് തിയറി എന്ന് പറയുന്നത്, റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വോക്കർ. റെന്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഭൂമിയിലൂടെയാണ് നമ്മൾ നടക്കുക. അപ്പം അത് വോക്ക് ചെയ്യുക, അത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് റെന്റ് വോക്കറിൻ്റെത്. റെന്റ് തിയറി ഓഫ് പ്രോഫിറ്റ് വോക്കറിൻ്റെത്. പിന്നെ ഷുംപീറ്ററിൻ്റെ ഇന്നോവേഷൻ തിയറി, അത് അങ്ങനെ തന്നെ ഓർമ്മിക്കുക. ഡൈനാമിക് തിയറി ഓഫ് ക്ലാർക്കാണ്, CD എന്ന് ഓർമ്മിച്ചാൽ മതി, ക്ലാർക്കിൻ്റെ ഡൈനാമിക് തിയറി. പിന്നെ ടൗസിങ്ങിൻ്റെ വേജ് തിയറി, മൊണോപ്പൊളി തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കലേക്കി. ഇത്രയാണ് തിയറീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ അകത്ത് വരുന്നത്.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തിയറീസ് ഓഫ് റെന്റ് ആണ്. അപ്പോൾ വേജ് തിയറി, ഇൻട്രസ്റ്റ് തിയറി, പ്രോഫിറ്റ് തിയറി, റെന്റ് തിയറി. ഇപ്പൊ ലാസ്റ്റ് പാർട്ട് റെന്റിന്റെ തിയറി ആണ്, തിയറീസ് ഓഫ് റെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്തിൽ ലാൻഡിന് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. അതിൽ in simple words, rent is used as a part of the produce which is paid to the owner of land for the use of his goods and services. But in economics, rent has been differently defined from time to time. Rent refers only to make payment for factors of production which are in imperfectly elastic supply. For instance, it is the price paid for the use of land. അപ്പോൾ ഏത് ഫാക്ടർ ആണോ ഇംപെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഉള്ളത് അതിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. പൊതുവെ നമുക്കറിയാം ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡിനെയാണ് എന്തെന്ന് പറയാം, റെന്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡിനെയാണ് നമ്മൾ എന്ത് പറയാ, റെന്റ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ അകത്ത് ഡെഫിനിഷൻ ആണ്. ദ കൺസെപ്റ്റ് ഓഫ് റെന്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഫോളോസ്. റെന്റ് ഈസ് ദാറ്റ് portion of the produce of earth which is paid to landlord for the use of original and indestructible powers of the soil. റിക്കാർഡോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, തിയറീസ് ഓഫ് റെന്റിൻ്റെ അകത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ളതോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. റിക്കാർഡോന്റെ തിയറീസ് ഓഫ് റെന്റിൽ വരുന്ന റെന്റിന്റെ ഡെഫിനിഷൻ അദ്ദേഹം പറഞ്ഞതാണ്. റെന്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി പ്രൊഡ്യൂസ് ഓഫ് എർത്ത് വിച്ച് ഈസ് പെയ്ഡ് ടു ദി ലാൻഡ് ലോഡ് ഫോർ ദി യൂസ് ഓഫ് ഒറിജിനൽ ആൻഡ് ഇൻഡിസ്ട്രപ്റ്റബിൾ പവേഴ്സ് ഓഫ് ദ സോയിൽ. അതായത് മണ്ണിന്റെ ആ ഒരു കഴിവിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് നശിപ്പിക്കാൻ പറ്റാത്ത ഒറിജിനൽ ആയിട്ടുള്ള ഇൻഡസ്ട്രപ്റ്റബിൾ ആയിട്ടുള്ള സോയിലിന്റെ പവറിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ലാൻഡിന്റെ ഓണർ ആയിട്ടുള്ള ലാൻഡ് ലോഡിന്, ഭൂ ഉടമക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് റെന്റ് എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ ഒരു ഭാഗമാണ്, എർത്തിന്റെ ഭാഗമാണ്, നേച്ചറിന്റെ ഗിഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എർത്ത്. ലാൻഡ് ലോഡിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ്. എന്തിനാണ് നമ്മൾ ലാൻഡ് ലോഡിന് പൈസ കൊടുക്കുന്നത്? ആ മണ്ണിന്റെ, ലാൻഡിന്റെ ഒറിജിനൽ ആൻഡ് ഇൻഡസ്ട്രക്റ്റബിൾ പവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ് എന്നാണ് പറയുന്നത്. റിക്കാർഡോന്റെ ഡെഫിനിഷനാണ്. ഇനി മാർഷലിന്റെ ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട്. റെന്റ് ഈസ് ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദി ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആൻഡ് അതർ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. റെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലാൻഡ് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ ആ ഓണർഷിപ്പിന് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ റെന്റ് എന്ന് പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, ഞാനത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ, അല്ലെ മറ്റുള്ളവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ലാൻഡിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനമാണ് എന്തെന്ന് പറയുന്നത്, റെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതർ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഇവിടെ ലാൻഡ് എന്ന് പറയുന്നത് ഭൂമി മാത്രം ആവണമെന്നില്ല, പ്രകൃതിയുടെ എല്ലാ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, എല്ലാ ഗിഫ്റ്റിനെയും നമുക്ക് എന്തിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്യാം, ഇതിന്റെ എന്താണ്, റെന്റ് എന്ന് പറയുന്നത് ലാൻഡിന് മാത്രമുള്ള റിവാർഡ് ആവണമെന്നില്ല, ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ മറ്റ് ഫ്രീ ഗിഫ്റ്റിനൊക്കെ എന്ത് കൊടുക്കും, നമ്മൾ റെന്റ് കൊടുക്കും. He further called it quasi rent, which arises on the man-made equipments and machines in the short period and tend to disappear in the long run. ഇപ്പോൾ തിയറീസ് ഓഫ് റെന്റുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ക്വാസി റെന്റ് എന്ന് പറയുന്നത്. QUASI, ക്വാസി റെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് റിക്കാർഡോ പറയുന്ന റെന്റിന്റെ ഡെഫിനിഷനാണ്. ഇവിടെ മാർഷലിന്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ക്വാസി റെന്റ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ക്വാസി റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ റിക്കാർഡോന്റെ പറഞ്ഞത് നമ്മൾ പറഞ്ഞ എന്താണ്, ലാൻഡിന് കൊടുക്കുന്ന റിവാർഡാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ക്വാസി റെന്റ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ഇക്വിപ്മെന്റ്സിനും
മെഷീൻസിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന റിവാർഡിനെയാണ് എന്തെന്ന് പറയാം? ക്വാസി റെന്റ് എന്ന് പറയാം. അതായത് രണ്ടിനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ റിക്കാർഡോ പറയുന്നത് ലാൻഡിന് കൊടുക്കുന്ന റിവാർഡിനെ കുറിച്ചിട്ടാണ്. ഇവിടെ പറയുന്നത് ക്വാസി റെന്റ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഇക്വിപ്മെന്റ്സ്, ടൂൾസ്, മെഷീനറീസ്, ബിൽഡിങ്ങുകൾ, ഇങ്ങനെയുള്ള നമ്മൾ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന റിവാർഡിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്വാസി റെന്റ് എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ്, ടെമ്പററി ആണ്, പെർമനന്റ് ആയിട്ടുള്ള ലോങ് റണ്ണിൽ ഉണ്ടാവുന്ന കാര്യമല്ല ക്വാസി റെന്റ് എന്ന് പറയുന്നത്. ക്വാസി റെന്റ് കാണാനുള്ള ഇക്വേഷൻ ചില മെറ്റീരിയലിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. TR മൈനസ് TVC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്വാസി റെന്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എന്താന്നുള്ളത് നോക്കാം. Ricardian theory of rent, the explanation that how rent arises is called theory of rent. The classical theory of rent is associated with the name of well-known British economist David Ricardo. He presented this theory in his book Principle of Political Economy and Taxation. He considered land to be a fixed factor of production and used the concept of economic rent. He believed that rent arises due to the original powers of the land. If a land is more fertile, it will have a higher rental value. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ക്ലാസിക്കൽ തിയറി ആണ്. ക്ലാസിക്കൽ തിയറി ഓഫ് റെന്റ് ഡേവിഡ് റിക്കാർഡോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഓർമ്മിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടറാണ്. നമുക്കറിയാം ലാൻഡ് നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. നമ്മളെ ഓണർഷിപ്പിലുള്ള ലാൻഡിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിന്റെ എമൗണ്ടിന്റെ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. ഫിക്സഡ് സപ്ലൈ ഉള്ള ഒരു ഫാക്ടറാണ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് റെന്റിനെ കുറിച്ചിട്ടാണ് റിക്കാർഡോ സംസാരിക്കുന്നത്. പിന്നെ ലാൻഡിന്റെ അല്ലെങ്കിൽ സോയിലിന്റെ ഇൻഡെസ്ട്രപ്റ്റബിൾ ആയിട്ടുള്ള ഒറിജിനൽ പവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ലാൻഡ് ലോഡിന് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ് എന്നാണ് റിക്കാർഡോ പറയുന്നത്. അപ്പം നമുക്കറിയാം ലാൻഡിന്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും, ചില സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഫെർട്ടിലിറ്റിയിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഗ്രേഡ് മാറുന്നതിനനുസരിച്ചിട്ട് ലാൻഡിന്റെ റിവാർഡും വ്യത്യാസപ്പെടും. ഫെർട്ടിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ലാൻഡിന് കൊടുക്കുന്ന റെന്റും എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടിരിക്കും. ഗ്രേഡ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഫെർട്ടിലിറ്റിയുടെ ബേസിൽ നമ്മൾ ലാൻഡിനെ ഡിവൈഡ് ചെയ്താൽ ഏറ്റവും ഫെർട്ടിലിറ്റി കൂടുതലുള്ള ലാൻഡിന് കൂടുതൽ റെന്റ് കിട്ടും. കുറവ് ഫെർട്ടിലിറ്റി ആകുമ്പോൾ അതിനനുസരിച്ച് റെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി നമ്മൾ ഈ തിയറിയുടെ അസംഷൻസ് ആണ് നോക്കുന്നത്. Ricardian theory of rent is based on certain assumptions which are as follows. First one, differences in fertility. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ലാൻഡും എന്തല്ല, ഒരുപോലെ ഫെർട്ടിലിറ്റി ഉള്ളതല്ല. എല്ലാ ലാൻഡിന്റെയും ഫെർട്ടിലിറ്റി ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ലാൻഡിന് കിട്ടുന്ന റിവാർഡ് ആയിട്ടുള്ള റെന്റും എന്താവണമെന്നില്ല, ഒരുപോലെ ആവണമെന്നില്ല. ഗ്രേഡ്സ് ഓഫ് ലാൻഡ് മാറുമ്പോൾ ഫെർട്ടിലിറ്റിയിൽ മാറ്റം വരുമ്പോൾ റെന്റിലും വ്യത്യാസം വരും. ഓൾ ദ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഡിഫർ ഇൻ ഫെർട്ടിലിറ്റി ആൻഡ് ലൊക്കേഷൻ. എല്ലാ ലാൻഡും ഒരേ സ്ഥലത്തല്ല, എല്ലാ ലാൻഡിന്റെ ഫെർട്ടിലിറ്റിയും ഒരുപോലെയല്ല. ഫെർട്ടിലിറ്റി മാറുമ്പം റെന്റും മാറും. അതാണ് ഒന്നാമത്തെ അസംഷൻ. നോളജ് ഓഫ് ലാൻഡ് ഫെർട്ടിലിറ്റി. It is assumed that fertility of land is known before cultivation and the best land is cultivated first. അപ്പോൾ ഇവിടെ നമ്മൾ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് പറയാ, ലാൻഡ് നമ്മൾ കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫെർട്ടിലിറ്റി ആണ്, ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് ആണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പൊ നമുക്കറിയാം ഓരോ ലാൻഡിന്റെയും ഫെർട്ടിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ലാൻഡിലായിരിക്കും ആദ്യം നമ്മൾ
ഫെർട്ടിലിറ്റി കൂടുതലുള്ള ലാൻഡിലായിരിക്കും ആദ്യം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. പിന്നെ പോപ്പുലേഷൻ കൂടിക്കൂടി വരുമ്പോൾ ലാൻഡിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഹൈ ഫെർട്ടൈൽ ലാൻഡിൽ നിന്ന് ലെസ് ഫെർട്ടൈൽ ലാൻഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ രണ്ടാമത്തെ അസംഷനാണ്. ഇറ്റ് ഈസ് സപ്പോസ്ഡ് ദാറ്റ് ദ റിട്ടേൺ ഈസ് ഡിക്രീസ്ഡ് വിത്ത് ഇൻക്രീസ് ഇൻ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ. അപ്പം നമുക്ക് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിമിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയുക. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിൽ കൂടുതൽ ലാൻഡിൽ പിന്നെന്താണ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൂട്ടി കൊണ്ടുവരാം. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ലാൻഡ് നമ്മൾ കൂട്ടിയാൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും, കുറയാൻ വേണ്ടി തുടങ്ങും. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ ഫോർ സെല്ലിംഗ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് റിക്കാർഡോ ബിലീവ് ചെയ്യുന്നത്. There is a perfect competition among cultivators and they have the same cost of production and cultivation of land. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് സെയിം ആണെന്നുള്ളതാണ് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് റിക്കാർഡോ ബിലീവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നോ റെന്റ് ഓഫ് ലാൻഡ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് റെന്റ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം നോ റെന്റ് ലാൻഡ് ഓർ മാർജിനൽ ലാൻഡ് വിച്ച് ഹാസ് സം കോസ്റ്റ് ആൻഡ് റവന്യൂ. നോ റെന്റ് ലാൻഡിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ഈക്വൽ യൂസ് ഓഫ് ലാൻഡ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ദ സെയിം പർപ്പസ് ആൻഡ് സെയിം ക്വാളിറ്റി ഓഫ് ക്രോപ്പ് ഈസ് സോൺ. അപ്പോൾ ഒരേ ക്രോപ്പ് തന്നെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ലാൻഡ് എന്ന് പറയുന്നത് സെയിം പർപ്പസിന്, കൾട്ടിവേഷന് വേണ്ടിയിട്ട് തന്നെയാണ്, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ലാൻഡിന്റെ ഗ്രേഡ്സിൽ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. Rent is that portion of the produce of the earth which is paid to the landlord for the use of original and indestructible powers of the soil. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡെഫിനിഷൻ. റിക്കാർഡോ ഹാസ് ഗിവൺ ദ എക്സാമ്പിൾ ഓഫ് അയർലാൻഡ്. People came to this land in groups. There are 4 types of land, A, B, C and D, such that land A is the most fertile land, B is less fertile than land A, then C and D. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ഫെർട്ടിലിറ്റി ഉള്ള ഡിഫറെൻറ്റ് ഗ്രേഡിലുള്ള ലാൻഡിനെ കുറിച്ചിട്ടാണ് റിക്കാർഡോ പറയുന്നത്. എ ഗ്രേഡ് ലാൻഡ് ഉണ്ട്, ബി ഗ്രേഡ് ഉണ്ട്, സി ഗ്രേഡ് ഉണ്ട്, ഡി ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ലാൻഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറയുന്ന ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി വെരി ഹൈ ആയിട്ടുള്ള ലാൻഡാണ്. ബിയിലേക്ക് വരുമ്പം താരതമ്യേന ഫെർട്ടിലിറ്റി കുറയുന്നു, സിയിലേക്ക് വരുമ്പം ഫെർട്ടിലിറ്റി വീണ്ടും കുറയുന്നു, ഡിയിലേക്ക് വരുമ്പോൾ ഫെർട്ടിലിറ്റി അത്രയും കുറവുള്ള ലാൻഡിലായിട്ട് മാറുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുള്ള ലാൻഡിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. എ, ബി, സി, ഡി ഫെർട്ടിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്കാണ് ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി, ദെൻ അതിനേക്കാളും കുറവ് ബി, അതിനേക്കാളും കുറവ് സി, ലാസ്റ്റ് വരുന്നത് ഏറ്റവും കുറവ് ഫെർട്ടിലിറ്റി ഉള്ളത് ഡി ഗ്രേഡ് ലാൻഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മോഡേൺ തിയറി ഓഫ് റെന്റ് ആണ്. ഇപ്പോൾ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിൻ്റെ അകത്ത് പറയുന്നത് ലാൻഡിൽ കൾട്ടിവേഷനെ കുറിച്ചിട്ടും അതിലെ ഫെർട്ടിലിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. ഫെർട്ടിലിറ്റി ഡിഫറൻസ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് റെന്റിലും ഡിഫറൻസ് ഉണ്ടാവും. ഫെർട്ടിലിറ്റി കൂടുതലുള്ള ലാൻഡിന് നമ്മൾ കൂടുതൽ റെന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് മോഡേൺ തിയറി ഓഫ് റെന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ക്ലാസിക്കൽ തിയറി ഓഫ് റെന്റ് ആണ്. The modern theory of rent is a modified version of Ricardian theory of rent, which was originally developed by J.S. Mill, who attempted to determine rent through the forces of demand and supply of land. Modern theory of rent ഇന്നലെ നമ്മൾ പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. അധികവും മോഡേൺ തിയറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഏത് തിയറിയാണോ പഠിക്കുന്നത് അതിൻ്റെ ഡിമാൻഡും സപ്ലൈ ആണ് എടുക്കുക.
ഇപ്പോൾ ഇവിടെ മോഡേൺ തിയറി ഓഫ് റെന്റ് ആണ്, ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാൻഡിന്റെ ഡിമാൻഡും ലാൻഡിന്റെ സപ്ലൈയും, ഡിമാൻഡ് ഫോർ ലാൻഡും സപ്ലൈ ഓഫ് ലാൻഡും ആണ് എന്തിനെ തീരുമാനിക്കുന്നത്, റെന്റിനെ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്, ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു തിയറിൻ്റെ അകത്ത് പറയുന്നത്. അക്കോർഡിംഗ് ടു മോഡേൺ തിയറി ഓഫ് റെന്റ്, റെന്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ഫോർ ലാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലാൻഡ്. Subsequent contribution to this theory were made by such prominent economists such as Bentham, Marshall, John Robinson and Bowley. According to modern theory, economic rent is a surplus which is not peculiar to land alone. It can be a part of the income of labor, capital and entrepreneur. This theory asserts that rent is a surplus that arises due to the differences between ആക്ച്വൽ ഏർണിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഏർണിംഗ്. ഇവിടെ പറയുന്നത് മോഡേൺ തിയറി പ്രകാരം നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫോർ ലാൻഡും സപ്ലൈ ഓഫ് ലാൻഡും ആണ് എന്തിനെ തീരുമാനിക്കുന്നത്, മോഡേൺ തിയറി പ്രകാരം റെന്റിനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന ഇക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത് എന്തിനാ തന്നെ വേണമെന്നില്ല, അല്ലെ എന്തിനു മാത്രം ആവണമെന്നില്ല, ലാൻഡിന് മാത്രം ആവണമെന്നില്ല, ലേബറിനാവാം, ക്യാപിറ്റലിന്റെ കേസിലും ആവാം, ഓണ്ടർപ്രണറിന്റെ കേസിലും ആവാം. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വൽ ഏർണിങ്ങും ട്രാൻസ്ഫർ ഏർണിങ്ങിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റെന്റ് ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് സർപ്ലസ് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ആക്ച്വൽ ഏർണിങ്ങും ട്രാൻസ്ഫർ ഏർണിങ്ങിലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലാൻഡിന് മാത്രം ആവണമെന്നില്ല, ഓണ്ടർപ്രണർക്കും അതുപോലെ തന്നെ ക്യാപിറ്റലിനും ഒക്കെ ഈ പറയുന്ന റിവാർഡ് കിട്ടാം. ഇപ്പൊ റെന്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഏർണിംഗ് മൈനസ് ട്രാൻസ്ഫർ ഏർണിംഗ് ആണ്. മോഡേൺ തിയറി ഓഫ് റെന്റ് പ്രകാരം റെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ആക്ച്വൽ ഏർണിംഗ് മൈനസ് ട്രാൻസ്ഫർ ഏർണിംഗ് ആണ്. അക്കോർഡിംഗ് ടു മോഡേൺ തിയറി ഓഫ് റെന്റ്, റെന്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഏർണിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഏർണിംഗ്. ഇനി നമ്മൾ ഈ പറയുന്ന റെന്റ് എന്ന് പറയുന്നത് റെന്റ് ആസ് ദി പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ആവാം, റെന്റ് ആസ് എ സർപ്ലസ്. മോഡേൺ തിയറി ഓഫ് റെന്റിൽ നമുക്ക് രണ്ട് രീതിയിൽ റെന്റിനെ കൺസിഡർ ചെയ്യാം. ഒന്ന്, റെന്റ് ആസ് എ പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ്, ലാൻഡ് യൂസ് ചെയ്യുന്നതിന് അതിന് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ് എന്ന രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ റെന്റിനെ ഒരു സർപ്ലസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അതില് റെന്റ് ആസ് ദ പേയ്മെന്റ് ഫോർ യൂസ് ഓഫ് ലാൻഡില് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ ലാൻഡും സപ്ലൈ ഓഫ് ലാൻഡും ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെന്റിനെ തീരുമാനിക്കുന്നത്. നോക്കുക, ഡിമാൻഡ് ഫോർ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിമാൻഡ് ഫോർ ലാൻഡ് ഈസ് നോട്ട് ഡയറക്റ്റ് ബട്ട് ഡിറൈവ്ഡ് ഡിമാൻഡ്. അപ്പൊ നമുക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് ചിലത് ഡയറക്റ്റ് ഡിമാൻഡ് ഉണ്ടാവും, ചിലതിൻ്റെത് ഡിറൈവ്ഡ് ഡിമാൻഡ് ഉണ്ടാവും. ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ ഡിമാൻഡിൽ നിന്ന് മറ്റൊന്നിന്റെ ഡിമാൻഡ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയും. ഇപ്പൊ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ലാൻഡ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ഇപ്പൊ നമുക്ക് ലാൻഡ് എന്ന് പറയുന്നത് കൾട്ടിവേഷന് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ കൾട്ടിവേഷൻ എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ലാൻഡ് ആവശ്യമായതുകൊണ്ട് നമ്മൾക്ക് ലാൻഡിന് ഡിമാൻഡ് ഉണ്ടാവുന്നു. അതുകൊണ്ട് അത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അപ്പോൾ ലാൻഡിൻ്റെത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ദ കൾട്ടിവേറ്റർ ഡിമാൻഡ് ലാൻഡ് ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദർ ഈസ് ഡയറക്റ്റ് ഡിമാൻഡ് ഫ്രം ദ പീപ്പിൾ. അപ്പൊ ജനങ്ങള് വേണ്ടിയിട്ട് ലാൻഡ് യൂസ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അപ്പോൾ ലാൻഡിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലാൻഡ് ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ദ ഡിമാൻഡ് ഫോർ ലാൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. As more and more land is used, its marginal productivity falls. So, demand curve for land is a downward sloping curve. ഡിമാൻഡ് കർവിന്റെ സാധാരണ നമ്മൾ പറയുന്ന ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള
ഡിമാൻഡ് ഫോർ ലാൻഡിന്റെ കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇനി ഈ പറയുന്ന ലാൻഡിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ കൂടുതൽ ലാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുക. നമ്മൾ അസംഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഓഫ് റിട്ടേൺ എന്നുള്ളൊരു സിറ്റുവേഷൻ, ഡിമിനിഷിങ് റിട്ടേൺസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ ലാൻഡ് നമ്മൾ കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുമ്പം കിട്ടുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുക. അപ്പോൾ ഡിമാൻഡ് ഫോർ ലാൻഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇനി സപ്ലൈ ഓഫ് ലാൻഡ് ആണ്. സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറലിന്റെ ഗിഫ്റ്റ് ആണ്. നമുക്ക് ആവശ്യാനുസരണം ഇല്ലാത്ത ലാൻഡിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സപ്ലൈ ആണ്. The supply of land is perfectly inelastic from the point of view of the society. It means increase in the price of land will not evoke any increase in its supply. അതായത് ലാൻഡിന്റെ വില കൂടി എന്ന് വിചാരിച്ചിട്ട് ലാൻഡിന്റെ സപ്ലൈ ഒന്നും കൂടുന്നില്ല. ഉള്ള ലാൻഡിനെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അസംഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ് ലാൻഡിന്റെ സപ്ലൈ വരുന്നത്. ഇനി ഇതാണ് ഈ ഒരു തിയറീസ് ഓഫ് മോഡേൺ തിയറി ഓഫ് റെന്റിൻ്റെ അകത്ത് പറയുന്നത്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ആണ് റെന്റിനെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ലെ ഈ രണ്ട് കർവും ഇന്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് റെന്റ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിൻ്റെ അകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. തിയറീസ് ഓഫ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചു. ഇനി അതിൻ്റെ അകത്ത് തന്നെ തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷന് കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതെന്താന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ആദ്യം ഡിസ്ട്രിബ്യൂഷൻ എന്താന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഡിവിഷൻ ഓഫ് ഇൻകം എമംഗ് ദി 4 factors of production in terms of rent to landlord, wage to labor, interest to capital and profit to entrepreneur. ആകെയുള്ള വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും അവരെടുക്കുന്ന എഫേർട്ടിന് അവർക്ക് കിട്ടുന്ന റിവാർഡ്, റെന്റ്, വേജ്, പ്രോഫിറ്റ്, ഇതൊക്കെ കൊടുക്കുന്നതിനെയാണ്, ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വാസ് ഡെവലപ്ഡ് ബൈ ക്ലാർക്ക്, വിക്സ്റ്റഡ് ആൻഡ് വാൾഡ്രാസ്. ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ ദി പ്രൈസസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിറ്റർമൈൻഡ്. അപ്പം മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിനായിട്ടും ക്ലാർക്ക്, വിക്സീഡ്, വാൾഡ്രാസ് ആണ് വരുന്നത്. ക്ലാർക്കിൻ്റെ ആണ് നമ്മൾ എന്നാലും കുറച്ച് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നത്. ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ ദി പ്രൈസസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിറ്റർമൈൻഡ്. ലാൻഡിൻ്റെ റെന്റ് എങ്ങനെ നമ്മൾ തീരുമാനിക്കും, ലേബറിൻ്റെ വേജ് എങ്ങനെ നമ്മൾ തീരുമാനിക്കും, അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെ നമ്മൾ തീരുമാനിക്കും, ഓൺട്രപ്രണറിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഇങ്ങനെ ഫാക്ടറിൻ്റെ പ്രൈസിനെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ടാണ് റെന്റിൻ്റെയും വേജിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും സെപ്പറേറ്റ് പറയുന്നതല്ല. കോമൺ ആയിട്ട് തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. അത് എല്ലാ ഫാക്ടറിനെയും കോമൺ ആക്കിയിട്ടാണ് പറയുന്നത്.
അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് തീരുമാനിക്കുന്നതെന്നുള്ളതാണ്, ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് പറയുന്നത്. ഇനി ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് ജനറൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും, നാഷണൽ ഡിവിഡൻഡ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ജനറൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, നാഷണൽ ഡിവിഡൻഡ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ചില അസംഷൻസ് ആണ്. നേരത്തെ നമ്മൾ റിക്കാർഡോൻ്റെ ഒക്കെ പറഞ്ഞതുപോലെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ബേസ് ചെയ്യുന്ന ചില അസംഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഹോമോജീനിയസ്. എല്ലാ ഫാക്ടേഴ്സും ഒരുപോലെയാണ്. ഇപ്പൊ ലാൻഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ എല്ലാ ലാൻഡും ഒരുപോലെയാണ്. ലേബർ എടുക്കുവാണെങ്കിൽ എല്ലാ തൊഴിലാളികളും ഒരുപോലെയാണ്. ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഹോമോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ അല്ലെങ്കിൽ ഒരുപോലെ എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഒന്നിന് പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ബോത്ത് ഇൻ ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ്. പ്രൊഡക്റ്റ് മാർക്കറ്റിൻ്റെ അകത്തും അതുപോലെ തന്നെ ഫാക്ടർ മാർക്കറ്റിൻ്റെ അകത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമോഡിറ്റി മാർക്കറ്റിൻ്റെ അകത്ത്, സാധനങ്ങളുടെ മാർക്കറ്റിൻ്റെ അകത്താണെങ്കിലും ഫാക്ടർ മാർക്കറ്റ് ഉൽപ്പാദക ഘടകങ്ങളുടെ റോ മെറ്റീരിയൽസിൻ്റെയും ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒക്കെ മാർക്കറ്റിൻ്റെ അകത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. തിയറി പഠിക്കുന്ന സമയത്ത് അസംഷൻസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. അസംഷൻസ് വെച്ചുകൊണ്ട് ഇത് ശരിയാണ് തെറ്റാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ഇത് രണ്ടും ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ അസംഷൻസ് ചിലപ്പോൾ വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, ദർ ഈസ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദക ഘടകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാതൊരു തടസ്സം ഇല്ലാതെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദർ ഈസ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടേഴ്സും ഫുള്ളി എംപ്ലോയിഡ് ആണ്, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, വേസ്റ്റേജ് ഒന്നും ഉണ്ടാവുന്നില്ല. ദിസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ദി ഷോർട്ട് റൺ. The entrepreneurs aims at profit maximization. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓണ്ടർപ്രണറിന്റെ ഇവിടെ ഒബ്ജക്റ്റീവ് പറയുന്നത്. ദെൻ ദർ ഈസ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് എ ഫാക്ടർ. ഫാക്ടറിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഗവൺമെന്റ് യാതൊരു റോളും ഇല്ല. ദർ ഈസ് നോ ടെക്നോളജിക്കൽ ചേഞ്ച്. ടെക്നിക്കോ പ്രൊഡക്ഷൻ്റെ അകത്തോ ടെക്നോളജിയുടെ അകത്തോ ഒന്നും തന്നെ എന്തുണ്ടാവുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ assumptions ആണ്. According to the marginal productivity theory of distribution, the price or the reward for any factor of production is equal to marginal productivity of that factor. അതായത് ഈ ഒരു തിയറിയിൽ പറയുന്നത്, according to marginal productivity theory of distribution, the price or the reward for any factor of production is equal to മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദാറ്റ് ഫാക്ടർ. ഇപ്പൊ ലാൻഡാ നമ്മൾ എടുക്കുന്നതെങ്കിൽ ലാൻഡിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ ലേബർ എടുക്കുന്നതെങ്കിൽ ലേബറിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. ഇങ്ങനെ ഏത് ഫാക്ടർ നമ്മൾ എടുത്താലും ആ ഫാക്ടറിന്റെ റിവാർഡ് എന്ന് പറയുന്നത് റെന്റ് ആണെങ്കിലും വേജ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുക എന്തിന്റെ ബേസിലാണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിലാണ്. ഏത് ഫാക്ടറിന്റെയാണോ പ്രൈസ് നമുക്ക് തീരുമാനിക്കേണ്ടത്, ആ പ്രൈസ് എന്ന് പറയുന്നത് ആ ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ് തിയറിൻ്റെ അകത്ത് പറയുന്നത്. അതായത് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, ഈച്ച് ഫാക്ടർ ഈസ് റിവാർഡഡ് ഈച്ച് ഫാക്ടർ ഈസ് റിവാർഡഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. ഒരു ഫാക്ടറിന്റെ റിവാർഡ് എന്ന് പറയുന്നത് ആ ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൂടുകയും കുറയുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്ന റിവാർഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഇനി എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. മാർജിനൽ എന്ന് പറയുമ്പോൾ തന്നെ അഡീഷണൽ എന്നുള്ള മീനിങ് ആണ്. The marginal product of a factor of production means the addition made to the total product
ബൈ എംപ്ലോയ്മെന്റ് ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ. ഇന്നലെ നമ്മൾ ഏതോ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു യൂണിറ്റ് കൂടുമ്പം ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിനെ നമ്മൾ അധികമായിട്ട് ആഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ 10 ലേബറിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 11 ലേബറായിട്ട് ലേബറിന്റെ എണ്ണം നമ്മൾ കൂട്ടി, അല്ലെ ഫാക്ടർ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ടോട്ടൽ പ്രൊഡക്റ്റിന്റെ അകത്ത് ഉണ്ടാവുന്നത്? 11ാമത്തെ ലേബർ വന്നപ്പോ, ഒരാള് കൂടുതലായിട്ട് വന്നപ്പോ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ അകത്ത്, ടോട്ടൽ നമ്മുടെ ഔട്ട്പുട്ടിന്റെ അകത്ത് എന്ത് മാറ്റമാണ് ആ ഒരാൾ വന്നപ്പോൾ ഉണ്ടായത്? അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ച് എന്താണ്? അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേം ആണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു ഫാക്ടറിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ അകത്ത് എന്ത് ചേഞ്ച് ആണ് ഉണ്ടായത്? അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്, 3 ടേംസ് ഇവിടെ പറയുന്നുണ്ട്. ഇത് മൂന്നും ഈ തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്, MPP എന്ന് പറയും. ദ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് എ ഫാക്ടറി ഈസ് ദി ഇൻക്രിമെന്റ് ഇൻ ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ദ എംപ്ലോയ്മെന്റ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദാറ്റ് ഫാക്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞ മാർജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ അതില് എന്താണ് നമ്മൾ എന്തിനാ ഈ ഒരു ടേം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് VMP എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടർ ബൈ ദി പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. VMP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവശ്യമാണ്, MPP ആവശ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPP ഇൻറ്റു പ്രൈസ് ആണ്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റിനെ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? VMP കിട്ടുക. ആ 3 ടേംസും ഒന്ന് നോക്കി വെക്കുക. ദെൻ ഒന്നും കൂടി ഉണ്ട്, MRP എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ആണ്. ഇത് വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്ക് കിട്ടുന്ന റിവാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഓഫ് എ ഫാക്ടറി ഈസ് ദി increment in the total revenue which is obtained by the employment of an additional unit of that factor. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ അധികമായിട്ട് ഒരു യൂണിറ്റ് വരുമ്പം കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്റ്റിലുള്ള ചേഞ്ച് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉണ്ടാവുന്ന റവന്യൂ ആണ്. എപ്പോഴാണ് നമുക്ക് അധികം റവന്യൂ ഉണ്ടാവുന്നത്? ഒരു ഫാക്ടർ അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റും കൂടി ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അധിക വരുമാനമാണ് ഇവിടെ നോക്കുന്നത്. ഇത്ര സമയം നമ്മൾ പറഞ്ഞത് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാവുന്ന റവന്യൂ, വരുമാനം എത്രയാണെന്ന് നോക്കുന്നത് എപ്പോഴുണ്ടാവുന്ന റവന്യൂ ആണ്? ഒരു യൂണിറ്റ് ഫാക്ടറിനെ നമ്മൾ അധികം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അധിക വരുമാനമാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾ എടുക്കുക. ഇനി തിയറിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് an employer employs a factor of production because it's productive. അപ്പൊ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡിനെ ആണെങ്കിലും ലേബർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട്, മാർജിനൽ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടാണ് അതിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്. The price he wants to pay for the factor depend upon its productivity. അപ്പോൾ ഫാക്ടറിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിരിക്കും. ദ ഗ്രേറ്റർ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എ ഫാക്ടർ ദ ഹയർ വിൽ ബി ഇറ്റ്സ് റിവാർഡഡ്. പ്രൊഡക്ടിവിറ്റി ഫാക്ടറിന്റെ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കിട്ടുന്ന റിവാർഡും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. If the price of a factor of production is less than its marginal revenue product, the employer will use more of this factor because his profit will be increased. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം കുറവായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റിനേക്കാളും കുറവാണ് ഫാക്ടറിൻ്റെ പ്രൈസ് എങ്കിൽ ധാരാളം ഫാക്ടറിനെ നമ്മൾ യൂസ് ചെയ്യും. നമ്മളെന്ന് പറയുമ്പോൾ എംപ്ലോയർ യൂസ് ചെയ്യും.
അപ്പം അങ്ങനെ അവർക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും? അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി പറ്റും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റിനേക്കാളും കുറവാണ് ഫാക്ടറിന്റെ പ്രൈസ് എങ്കിൽ വീണ്ടും വീണ്ടും എംപ്ലോയർ എന്ത് ചെയ്യും? ആ ഫാക്ടറിനെ യൂസ് ചെയ്യും. അതുവഴി അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലാൻഡിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും നമ്മൾ ഫാക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിനെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് കൂടില്ല. എന്ത് ചെയ്യാൻ തുടങ്ങും? മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കുറയാൻ വേണ്ടി തുടങ്ങും. ഇനി അതിൻ്റെ അകത്ത് എത്ര വരെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്ടറിനെ കൂട്ടി നമുക്ക് കിട്ടുന്ന റവന്യൂ ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും കൂട്ടാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, ഒരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും കുറയാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള ആ ഒരു ലിമിറ്റ് എവിടെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. The employer will gain by using additional unit of the factor until the marginal revenue product of the factor is equal to its price. എപ്പോഴാണോ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് MRP അതിൻ്റെ പ്രൈസിന് തുല്യമാവുന്നത് അത്രയും വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫാക്ടറി കൂട്ടുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്ന റവന്യൂ ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും കൂട്ടാൻ വേണ്ടി പറ്റും. ഈ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് കുറയാൻ തുടങ്ങും. അതായത് ഓർത്ത് വെക്കുക, നമ്മുടെ ഫാക്ടറി നമ്മൾ കൂട്ടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും കൂടും. പക്ഷേ എപ്പോഴും വരെ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? MRPയും ഫാക്ടറിന്റെ പ്രൈസും ഈക്വൽ ആവുന്ന പൊസിഷൻ വരെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വീണ്ടും നമ്മൾ ഫാക്ടറിന് കൂട്ടിയാൽ ഔട്ട്പുട്ട് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും കുറയാൻ വേണ്ടി തുടങ്ങും. ഇതാണ് ഈ ഒരു തിയറിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത്. അതായത് ചുരുക്കി പറയുവാണെങ്കിൽ ദ പ്രൈസ് ഓഫ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി. ദ പ്രൈസ് ഓഫ് എ ഫാക്ടർ ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് വിൽ ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്. അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ദ പ്രൈസ് ഓഫ് എ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു ബോത്ത് ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ. ഈ 3 പോയിന്റുമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസാണ് ആദ്യം കൊടുത്തത്, ദെൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റിന്റെ കേസാണ്. അതിൻ്റെ ആ കർവിൻ്റെ ഷേപ്പും നോക്കുക. നമ്മൾ എന്താണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് ഇപ്പം ഈ പറഞ്ഞത് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ഇത്രയുമാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.